ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു ജേഴ്സി ഡേ ആണ്, അതായത് ബുധനാഴ്ചയായിരുന്ന ഒരു ജേഴ്സി ഡേ ആണ്. അപ്പോൾ ജേഴ്സി ഡേ ആണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ജേഴ്സി ഒക്കെ മേടിച്ച് വെച്ചു. മൂത്ത ആൾക്ക് ഡാൻസ് ഉള്ള കാരണം മുമ്പേ തന്നെ ജേഴ്സി മേടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഡാൻസിന് മുമ്പ് പോണ പോക്കാണ്. കണ്ണടയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നീ ആരടി എന്നുള്ള രീതിയിലാണ് ചെറിയാൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാളെയും കൂടി നിർത്തി ഞാനൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾ ഹായ് ഒക്കെ പറഞ്ഞു വീഡിയോയ്ക്ക്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെ രണ്ടാളും നല്ല രീതിയിൽ നല്ല ഹാപ്പിയിലാണ് രണ്ടാളും കേട്ടോ. അത് കഴിഞ്ഞത് വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ബസ്സിൻ്റെ ഹോണടി കേട്ടപ്പോൾ എല്ലാം കൂടി പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബാഗും ക്യാരി ബാഗ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാൻ കണ്ണാട ഉള്ള ബാഗും ഊരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ എല്ലാം കുട്ടികൾക്ക് പിടിക്കാൻ പറ്റാതെ ഞാൻ ക്യാരി ബാഗും ഇതെൻ്റെ കയ്യിലായിരുന്നു. ഞാൻ അത് കൂടെ കൊടുത്ത് ഓടി. കാരണം ക്യാമറ ഓടുമ്പോൾ കുട്ടികളോടുമ്പോൾ ക്യാമറമാനും കൊടുത്ത് ഓടണമല്ലോ. അപ്പോൾ അത് ബസ്സിലേക്ക് നോക്കിയപ്പോൾ ബ്രസീലിൻ്റെ പോർച്ചുഗലിൻ്റെയും ഒക്കെ ഓരോരോ കുട്ടികളെ കണ്ടു കേട്ടോ, ഇങ്ങനെ ടീഷർട്ട് ഇട്ടിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് അർജൻറ്റീനയുടെ ടീഷർട്ട് ഇട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് കുട്ടികൾ ആദ്യം ഇവരെ അവിടുന്ന് ഇപ്പോൾ വണ്ടി വരുമ്പോൾ ആദ്യം കുറച്ച് കുട്ടികൾ, അതായത് ഫസ്റ്റ് ട്രിപ്പാണ് ഇവർ. അത് കഴിഞ്ഞിട്ട് സ്കൂളത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ബ്രസീലിൻ്റെ ഇതാണ് ഇറക്കിയത്, ബ്രോഷറാണ് ഇറക്കിയത്. അതുകൂടാതെ അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അർജൻറ്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്. അപ്പോൾ അവരുടെയൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ ആരവങ്ങൾ നമുക്ക് ഒന്നിച്ച് കേൾക്കാം. ഇപ്പോൾ എന്താ പറയുക, 4 പോസ്റ്ററും ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇത് അവരുടെ ജേഴ്സി ഡേ ഇന്ന് ആരംഭിക്കുകയാണ്. സ്പോർട്സ് ഡേ പോലെ തന്നെ ജേഴ്സി ഡേ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളും ഇവർ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അതായത് LKGയിലും UKGയിലും ഇവർക്ക് പഠിപ്പിൻ്റെ ഒപ്പം തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇവരുടെ സ്കൂളിൽ നടത്തും. അതായത് മൺസൂൺ ആണെങ്കിൽ മൺസൂൺ ഫെസ്റ്റ്, റെയിൻബോ ഡേ, വെജിറ്റബിൾസ് ഡേ, അങ്ങനെ പല ഡേകൾ, അതായത് പാരൻസ് ഡേ അടക്കം, ചിൽഡ്രൻസ് ഡേ, പല ഡേയ്സ്, ഓരോ ഡേയ്സിനും ഓരോരോ ഇമ്പോർട്ടൻസ് കുട്ടികളിൽ വളർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഈ വീഡിയോ ഒന്നും ഞാൻ എടുത്തതല്ല. പാരൻസിന് ഇന്നത്തെ ദിവസം അങ്ങോട്ട് നമുക്ക് എന്താ പറയുക, വർക്കിംഗ് ഡേയ്സിലൊന്നും നമുക്ക് പാരൻസിന് അങ്ങോട്ട് അലൗഡ് അല്ല. ഇത് ഞാനൊരു ടീച്ചർ ഇട്ട വീഡിയോ ഒന്ന് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇതൊക്കെ നിങ്ങളെ കാണിക്കണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ അതെ ആദ്യമായിട്ടാണ് ഇവരുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ജേഴ്സി ഡേ, അതായത് പുതിയ ഫാദർ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം അവരുടെ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ LKGയിലും UKGയിലും മാത്രമാണ് പ്രോഗ്രാംസ് ഉണ്ടാവാറ്. ഇതാദ്യമായിട്ടാണ് ജേഴ്സി ഡേ, അതായത് സ്പോർട്സ് കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന കാരണമായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ കാലം മുമ്പ് വന്നതായാലും എൻ്റെ മോൾ ഇത്ര കാലം പഠിച്ചിട്ട് ഇപ്പോഴാണ് അവിടെ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ പുതിയ ഫാദറായ കാരണമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ദേ ഫാദർ കപ്പൊക്കെ എടുത്തിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് മോഡലൊക്കെ കപ്പൊക്കെ റെഡി ആക്കിയത്. അപ്പോൾ ഫാദർ ആ കപ്പൊക്കെ എടുത്ത് പൊക്കിയതിന് ശേഷമാണ് ദേ ഇനോഗ്രേഷൻ നടത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ദേ കപ്പ് ഉയർത്തിയതിന് ശേഷം നമ്മുടെ ഫാദറും 2 കുട്ടികളും കൂടിയിട്ടാണ് ഈ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ദേ ഫാദർ ബോളൊക്കെ പിടിച്ച് പോയി. അപ്പോൾ സാർ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർജൻറ്റീനയും ബ്രസീലിനെയും 2 കുട്ടി ഫാൻസ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേ ഫാദർ ഗോൾ അടിച്ചതിന് ശേഷം പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഫാദർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പം അച്ഛനായ കാരണം നാൾ നല്ല എനർജറ്റിക് ആണ്, നല്ല വൈബുള്ളൊരു ഫാദറാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ലൊരു എനർജറ്റിക് മാനാണ്. കണ്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഓരോരോ ടീമിനെ അവർ അവിടെ നിന്ന് ഇറക്കുകയാണ്. പോർച്ചുഗലും ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് സ്പോർട്സിനെ കുറിച്ച് അധികം അറിയാത്ത കാരണം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞു കുട്ടികൾ, അതായത് LKG UKGയിലത്തെ കുട്ടികളെയാണ് ആദ്യം ഇറക്കിയത്. അപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റാത്ത കാരണം അവരെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ ചേട്ടന്മാരാണ്, അതായത് വലിയ സ്കൂളിലത്തെ ഹൈസ്കൂളിലത്തെ ചേട്ടന്മാരെയാണ് ആദ്യം ഇറക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കൈ കൊടുത്ത് അവരെയൊക്കെ നല്ല രീതിയിൽ ഫാദറും ഇത് നിൽക്കുന്ന കോച്ചാണ് കേട്ടോ. അവരെ ഫുട്ബോൾ പഠിപ്പിക്കുന്ന കോച്ചാണ്. അപ്പോൾ കളി സ്റ്റാർട്ടാക്കി. ഇന്ന് 2 ടീമിൻ്റെ കളിയാണ് നടന്നുള്ളൂ. അപ്പോൾ കളി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ 2ാം കളി ഇന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഡാൻസൊക്കെ ഉണ്ടാകും കേട്ടോ. ബ്രസീലിൻ്റെ ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അർജൻറ്റീനയുടെ ഡാൻസിലാണ് എൻ്റെ മോള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് നിൽക്കുന്നതാണ് എൻ്റെ മോള് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവർ കളിച്ചത് വക്കയാണ്. അർജൻറ്റീന കളിച്ചത് ഏത് പാട്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കുട്ടികളും ഒരുവിധം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ നന്നായ രീതിയിൽ കളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും അങ്ങനെ കാശ് കൊടുത്ത് ജേഴ്സി വേറെ മേടിക്കേണ്ട ആവശ്യമില്ല, ഉള്ളവർ അത് മാത്രം ഇട്ടാൽ മതി, വേറെ ഇതിനു വേണ്ടി എക്സ്പെൻസ് ഒന്നും ചിലവാക്കരുതെന്ന് സ്കൂളുകാർ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും എല്ലാവർക്കും ഒരു സ്പോർട്സിൽ ആവേശമായ കാരണം എല്ലാവരും സ്പോർട്സ്
ജേഴ്സി ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല രീതിയിൽ ബ്രസീലിൻ്റെ കളി സൂപ്പറായിട്ട് കഴിഞ്ഞു. 4 ടീമിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വക്കാവക്കയായിരുന്നു. അത് കഴിഞ്ഞ് അർജൻറ്റീന ടീം ഇറങ്ങാൻ പോവുകയാണ്. അർജൻറ്റീനയും നല്ല രീതിയിൽ കളിച്ചു. പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ നല്ല രീതിയിൽ കളിച്ചു. എന്താ പറയുക, അർജൻറ്റീന ഡാൻസ് പിന്നെ അധികം ഉണ്ടായിരുന്നില്ല. അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം അവർ കളിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോളൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ തോന്നി. കാരണം ആൾക്കാർ ഷൈ ടൈപ്പാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, നല്ല രീതിയിൽ അവൾ നന്നായി കളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്കിതിൽ ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരുടെ ഫാൻസാണ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ബേസ് ഉള്ളത് ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീണ്ടും പന്ത് കളി സ്റ്റാർട്ടാക്കി. അപ്പോൾ 2 ടീമിനെ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഗോൾ അടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടീം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നപ്പോൾ സെമി ഫൈനലാണെന്ന് തോന്നുന്നു കേട്ടോ, ഫൈനലാണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ നടത്താൻ പറ്റിയില്ല എന്ന് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകിയുണ്ട്. അപ്പോൾ ഇന്ന് ജേഴ്സി കൊണ്ടുവരാത്ത കുട്ടികൾ ഇന്ന് ജേഴ്സി, അതായത് ഇന്നലെ കൊണ്ടുവന്നവർ ഫുള്ള് ഇന്ന് ജേഴ്സി കൊണ്ടുവരണമെന്ന് ടീച്ചർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മറ്റേ ഫ്രാൻസിൻ്റെ കുട്ടികളാണ് ഈ നിൽക്കുന്നത്. അവരെല്ലാവരും നിരത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളെ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ ഈ പരിപാടി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ മക്കൾ പഠിക്കുന്ന സ്കൂൾ സെൻറ്റ് വിൻസെൻറ്റ് പള്ളട്ടി സെൻട്രൽ സ്കൂൾ, കാളത്തോടുള്ള സ്കൂളാണ് കേട്ടോ. അപ്പോൾ പഠിപ്പിൻ്റെ ഒപ്പം തന്നെ കളിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. കലയും പരിപോഷിപ്പിക്കുന്നുണ്ട്. ഇവരുടെ സ്കൂളില്ലാത്ത ആക്ടിവിറ്റീസ് ഇല്ല. ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും ഇവരുടെ സ്കൂളിൽ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോർച്ചുഗലല്ല, ഫ്രാൻസിൻ്റെ ആണ് ഇവിടെ നിർത്തിയത്. കുട്ടികളെയൊക്കെ നിരത്തി നിർത്തിയത്. കുഞ്ഞു മക്കളെ ചേട്ടന്മാരെ കൈ പിടിച്ച് ഇറക്കുകയാണ്. കാരണം LKG പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചൂടെ, കൊച്ചു മക്കളാണ്. അവരൊക്കെ ഇറക്കി മറ്റേ എന്താ പറയുക, അവരൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. പിന്നെ മഴയില്ലാത്ത കാരണം രക്ഷപ്പെട്ടു. കാരണം കുട്ടികൾ കൊടയൊക്കെ നിർത്തിയിട്ടായിരിക്കാം. അപ്പം ഓക്കെ.